പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതായത് മുൻപ് 7 മണിക്ക് ശേഷം ഡൽഹിയിലെത്തും എന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ 6:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിഖിൽ, ഇന്നലെ രാത്രിയിൽ തന്നെ അദ്ദേഹം യാത്ര തിരിച്ചിരുന്നു. ഏതാണ്ട് 7:30 അടുത്ത് അദ്ദേഹത്തിന്റെ വിമാനം ലാൻഡ് ചെയ്യുമെന്നാണ് നേരത്തെ ലഭ്യമായിരുന്ന വിവരം. എന്തായാലും അദ്ദേഹം ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരം ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ വളരെ വൈകാതെ തന്നെ ചില ഉന്നതതല യോഗങ്ങൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ തന്നെ രാജ്യ തലസ്ഥാനത്ത് നടക്കാൻ പോകുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വന്നത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിന് ഈ വിഷയത്തിൽ നൽകുന്ന പിന്തുണയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഹമാസിനെതിരെയുള്ള വലിയ പോരാട്ടത്തിലാണ് ഇസ്രായേൽ. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ദുരന്തം പേർന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അതിനാൽ തന്നെ ഇസ്രായേൽ ഇപ്പോൾ വളരെ വൈകാരികമായ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്തുന്നു. ഭാരതത്തിനൊപ്പം ഭീകരവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്. ഒപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഈ കുറ്റവാളികൾക്ക് ശക്തമായ ശിക്ഷ നൽകണം, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക, റഷ്യ, അതോടൊപ്പം തന്നെ ഇസ്രായേൽ തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളെല്ലാം തന്നെ ഇപ്പോൾ ഭാരതത്തിനൊപ്പം ഈ ഭീകരവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിലയുറപ്പിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ എടുത്തു കാണേണ്ടത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോക ഉച്ചകോടികൾ നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഈ ഭീകരവാദത്തെ എങ്ങനെ ഒരുമിച്ച് നിന്ന് എതിർക്കണം, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഈ ഭീകരവാദത്തിൻ്റെ വ്യാപ്തി പടരുമ്പോൾ അതിനെ എതിർത്തില്ലെങ്കിൽ അത് എത്രത്തോളം സമൂഹത്തിന് ദോഷകരമാകുമെന്നത് സംബന്ധിച്ചുള്ള സന്ദേശം വിവിധ ഉച്ചകോടികളിൽ ലോക നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനാൽ തന്നെ ഭാരതത്തിലൊരു ഭീകരാക്രമണം നടക്കുന്ന ഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരെ പോരാടുന്ന രാജ്യങ്ങളെല്ലാം ഭാരതത്തിന് വലിയ തോതിലുള്ള പിന്തുണ, കലവറയില്ലാത്ത പിന്തുണ നൽകുന്നു എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ നോക്കിക്കാണേണ്ടതാണ്. ഗൗതം, ഇതിനിടയ്ക്ക് നമ്മൾ പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തായാലും രാജ്യത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹം ഗൗതം മുൻപ് സൂചിപ്പിച്ചിരുന്നു, പ്രധാനമന്ത്രി ഈ ഒരു സുരക്ഷാ സേനകളുമായി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അടക്കമായി കൂടിക്കാഴ്ച നടത്തുന്നൊരു പ്രത്യേക യോഗം അദ്ദേഹം വിളിച്ചു ചേർക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം കാശ്മീരിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ സാധ്യതയുമില്ലേ? നിലവിൽ ഔദ്യോഗികമായി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി ജമ്മു കാശ്മീർ സന്ദർശിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് എപ്പോഴാണ് അദ്ദേഹം പോകുക എന്നത് സംബന്ധിച്ചുള്ള സമയം ഇനിയും അറിയിക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹവും ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നോ അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലാകുമോ പോകുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇനിയും ലഭ്യമായിട്ടില്ല. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നിപ്പോൾ ഈ പഹൽഗാം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം രാവിലെ തന്നെ ഈ ഭീകരാക്രമണം നടന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹം ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ എത്തിയിരുന്നു. ഇന്നിപ്പോൾ ശ്രീനഗറിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുടരും. ഈ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം ശ്രീനഗറിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. 27 പേരുടെ മരണമാണ് ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ 26 പേർ പുരുഷന്മാരും ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ 27 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്നിപ്പോൾ ശ്രീനഗറിലാണ് നടക്കുന്നത്. അക്കാര്യങ്ങൾക്കെല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അവിടെ നിന്നുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കും. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ നാട്ടിൽ നിന്നുൾപ്പെടെ ഇപ്പോൾ ശ്രീനഗറിലേക്കാണ് എത്തുന്നത്. കാരണം പഹൽഗാമിലേക്ക് ഇനിയും പോകേണ്ടതില്ല. അവിടെ സുരക്ഷാ സേനയുടെ തിരച്ചിൽ നടക്കുകയാണ്. പുറത്തു നിന്നുള്ള ആളുകളെ ഒന്നും അവിടേക്ക് കയറ്റുന്നില്ല. പ്രധാനപ്പെട്ട പാതകളെല്ലാം ബാരിക്കേഡുകൾ വെച്ച് അടച്ച് ആ പ്രദേശം മുഴുവൻ സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ ഈ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ശ്രീനഗറിലേക്കാണ് എത്തുന്നത്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇനിയും തുടർന്ന് നടക്കാനുള്ളത്. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യത്തിന് വേണ്ടിയുള്ള അന്ത്യാഞ്ജലി ഈ മരിച്ചവരുടെ ഭൗതികദേഹത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ അർപ്പിക്കും. അതിനാൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ ശ്രീനഗറിലുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം ഇന്നിപ്പോൾ പഹൽഗാം സന്ദർശിക്കും. അതിനുശേഷം വീണ്ടും അദ്ദേഹം ഇന്ന് ശ്രീനഗറിലെത്തി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമ്മു കാശ്മീർ സന്ദർശിക്കും. അതെപ്പോഴാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നത് സംബന്ധിച്ചുള്ള സമയം ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല. നിഖിൽ, ഗൗതം, എന്തായാലും
ഈ ഒരു പെഹൽഗാം ഭീകരാക്രമണം അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് അദ്ദേഹം ഭാരതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം ശ്രീനഗറിൽ തുടരുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ ഒരു സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലെത്തിയിരുന്നു. അവിടെ മുഖ്യമന്ത്രിയുമായും ലഫ്റ്റനൻറ്റ് ഗവർണറുമായും ഒക്കെ അദ്ദേഹം രാത്രി തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു ഭീകരാക്രമണം നടന്ന പെഹൽഗാമിലേക്ക് ആഭ്യന്തരമന്ത്രി എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു മരിച്ച അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അതിന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്ന് നടക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ബന്ധുക്കൾക്ക് ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കും. ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാവും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അപ്പോഴും ഈ ഒരു ആക്രമണം നടന്ന സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു ശ്രീനഗറിൽ തന്നെ അമിത്ഷാ തുടരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സുരക്ഷാ യോഗം ചേരും എന്ന് അനൗദ്യോഗികമായി അറിയാൻ സാധിക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിവിധ പ്രധാന സൈനിക ഉദ്യോഗസ്ഥരടക്കം ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അപകടത്തിൽ മരിച്ചവരിൽ ഒരു മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഔദ്യോഗികമായി ആ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊച്ചി എടപ്പള്ളി സ്വദേശി രാമചന്ദ്രനാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ട മലയാളി. ഒപ്പം ഈ ഒരു മരണപ്പെട്ട മലയാളി രാമചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒപ്പം ഉണ്ടായിരുന്നു. മകളും ഭാര്യയും അടക്കമുള്ള കുടുംബം ഒക്കെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ടതൊപ്പം ഈ ഒരു ലോക രാഷ്ട്രങ്ങളൊക്കെ ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരതയ്ക്കെതിരെ പോരാടാൻ ഭാരതത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ഫോണിൽ വിളിച്ചു സംസാരിച്ചിരുന്നു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഭാരതത്തിനൊപ്പം നിൽക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ലോക രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിക്കുകയും അല്ലെങ്കിൽ ഭീകരതയ്ക്കെതിരെ പോരാടാൻ ഭാരതത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെ പോരാടാൻ ഭാരതത്തിൻ്റെ ഒപ്പം നിൽക്കും, ഭീകരതയെ ഇല്ലാതാക്കാൻ ഭാരതത്തിനൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ റഷ്യൻ പ്രധാനമന്ത്രി ഇവരൊക്കെ തന്നെ ഈ ഒരു ഭീകരതയ്ക്കെതിരെ പോരാടാൻ എന്തായാലും ഭാരതത്തിനൊപ്പം നിൽക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തിന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ആക്രമണം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു നമ്മുടെ സഹോദരങ്ങളെ വകവരുത്തിയ ഈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ആക്രമണം നടത്തിയ ഒരാളെ പോലും വെറുതെ വിടില്ല, അവർക്ക് തക്കതായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയതാണ്. ഒപ്പം പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഭാരതത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഒപ്പം വിദേശ സന്ദർശനത്തിലായിരുന്ന ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ഈ ഒരു സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഭാരതത്തിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ്. ഗൗതം അനന്തനാരായൺ ഡൽഹിയിൽ തുടരുന്നുണ്ട്. ഗൗതം, നേരത്തെ പറഞ്ഞ കാര്യം, ഈ മരിച്ച ആളുകൾ ഇപ്പോൾ 26 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ അത് രാവിലെ തന്നെ നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എപ്പോഴായിരിക്കും ഈ ഒരു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക? ഒപ്പം ഈ മരിച്ചവരുടെ ബന്ധുക്കൾ അവർ ശ്രീനഗറിലേക്ക് ആയിരിക്കും എത്തുക. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പെഹൽഗാമിൽ സൈന്യം സുരക്ഷ ശക്തമാക്കിയതിൻ്റെ ഭാഗമായി പെഹൽഗാമിലേക്ക് ഈ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകൾക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു മരണപ്പെട്ട ആളുകളുടെയൊക്കെ കുടുംബാംഗങ്ങൾ അവർ ശ്രീനഗറിലേക്കായിരിക്കും എത്തുക. അങ്ങനെയെങ്കിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ എപ്പോഴായിരിക്കും നടക്കുക? ഒപ്പം ഈ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതെങ്ങനെയായിരിക്കും? ഇന്നലെ രാത്രി തന്നെ ശ്രീനഗറിലേക്ക് ഈ മൃതദേഹങ്ങൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെയും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ രാവിലെ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയോടുകൂടി ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നിലവിൽ 27 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഔദ്യോഗികമായി. അതിൽ 26 പേർ പുരുഷന്മാരും ഒരു സ്ത്രീയുമുണ്ട്. അതിൽ ഒരു മലയാളിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി സ്വദേശിയാണ്. ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനും ഈ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരിൽ ഉൾപ്പെടുന്നുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര,
ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കാണ് ഈ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഇവരുടെ എല്ലാം ബന്ധുക്കൾ ഇപ്പോൾ ശ്രീനഗറിലേക്ക് എത്തുകയാണ്. പഹൽഗാമിലേക്ക് ഇപ്പോൾ ആരെയും കടത്തിവിടുന്നില്ല. മാത്രമല്ല ഈ മൃതദേഹമെല്ലാം ശ്രീനഗറിലേക്ക് രാത്രി എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ഭൗതികദേഹങ്ങളിൽ അന്ത്യാഞ്ജലി അർപ്പിക്കും. അതിനുശേഷം പിന്നീടാകും ഇവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇനിയും രാവിലെ ശ്രീനഗറിൽ നടക്കേണ്ടതുണ്ട്. അതിനാൽ ശ്രീനഗർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആരംഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ഒരു തലസ്ഥാനമായ ശ്രീനഗർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതിനാലാണ് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ വൈകുന്നേരം തന്നെ ശ്രീനഗറിൽ എത്തുകയും അവിടെ ഒരു ഉന്നതതല യോഗം ചേർന്നതിന് ശേഷം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തത്.